UDF പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വയനാട് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ സൂത്രധാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും വലിയ അഴിമതിയാണ് ഇതിലൂടെ BJP നടത്തിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വയനാട് മണ്ഡലത്തിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചരണം രണ്ടാം ദിവസവും UDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. രാവിലെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിന്റെ ഭാഗമായ കൊടിയത്തൂരിലായിരുന്നു ആദ്യ പരിപാടി. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നീങ്ങിയപ്പോൾ റോഡിനിരുവശവും നിന്ന പ്രവർത്തകർ സ്ഥാനാർത്ഥിയെയും സ്വീകരിച്ചു. അത്ര ഉഷാറായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും എല്ലാവരും ആവേശത്തോടുള്ളൊരു പരിപാടിയാണ്. രാഹുൽ ജയിച്ചു കഴിഞ്ഞ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയും വാദ്യഘോഷങ്ങളും റോഡ് ഷോയെ ആവേശഭരിതമാക്കി. ഓരോയിടത്തും ജനങ്ങളെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ സൂത്രധാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും വലിയ അഴിമതിയാണ് ഇതിലൂടെ BJP നടത്തിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. He never talks about price rise, and all he does is he protects the richest people in the country and forgives their bank loans. He's given 16 lakh crores to 22 to 25 people. I don't know if you saw his interview with ANI yesterday. മലപ്പുറം ജില്ലയിലുള്ള വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കീഴ്പറമ്പ്, മമ്പാട്, നിലമ്പൂർ, മൂത്തേടം തുടങ്ങിയ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തി. 2 ദിവസത്തെ മണ്ഡലത്തെ ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിലൂടെ രാഹുൽ ഗാന്ധി വോട്ടുറപ്പിക്കുകയാണ് ഓരോയിടത്തും. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.